ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ നമ്പർ കൺവേർഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡേറ്റ റെപ്രസെൻറ്റേഷൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ തരാം. അത് ഡേറ്റ റെപ്രസെൻറ്റേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ലിങ്ക് യൂസ് ചെയ്ത് പഠിക്കാം. കമ്പ്യൂട്ടറിൽ 4 ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റമാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഡെസിമൽ നമ്പർ, സെക്കൻഡ് വൺ ബൈനറി നമ്പർ, തേർഡ് വൺ ഹെക്സാഡെസിമൽ നമ്പർ, ഫോർത്ത് വൺ ഒക്ടൽ നമ്പർ. ഇതിൽ ഡെസിമൽ നമ്പറിൻ്റെ ബേസ് 10 ആണ്. അതിൽ 0 to 9 വരെയുള്ള നമ്പേഴ്സ് വെച്ചിട്ട് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യാം. 0 to 9 വരെയുള്ള ഡിജിറ്റ്സ് ആണ് ഡെസിമൽ നമ്പറിൽ വരുന്നത്. 0, 1, 2, 3, 4, 5, 6, 7, 8, 9. 0 to 9 വരെയുള്ള നമ്പേഴ്സ് യൂസ് ചെയ്യാം. ആൻഡ് ഇതിൽ മൊത്തം 10 നമ്പേഴ്സാണ് ഉള്ളത്. ഡെസിമലിൻ്റെ ബേസ് 10 ആണ്. പിന്നെ ഉള്ളത് ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് 2 ആണ്. അതിൽ വരുന്ന നമ്പേഴ്സാണ് 1 and 0. 0 and 1 മാത്രമാണ് ഈ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ വരുന്നത്. പിന്നെ ഉള്ളത് ഹെക്സാഡെസിമലിന് ബേസ് 16 ആണ്. അതിൽ 0 to 9 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട്. പിന്നെ A to F വരെയുള്ള ആൽഫബറ്റ്സ് ഉണ്ട്. ഇതിൽ A അതിൻ്റെ വാല്യൂ 10 ആണ്. പിന്നെ ബിയുടെ വാല്യൂ 11, സിയുടെ 12, ഡിയുടെ 13, E 14 ആൻഡ് F 15. അങ്ങനെ 0 to 9 വരെയുള്ള നമ്പേഴ്സും ഉണ്ട്. A to F വരെയുള്ള ക്യാരക്ടേഴ്സും ഉണ്ട്. ഇതിൽ 0 to 9 എയുടെ കറസ്പോണ്ടിങ് വാല്യൂ ആണ് 10, എഫിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ ആണ് 15. അപ്പോൾ ഇതെല്ലാമാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ വരുന്നത്. ഹെക്സാഡെസിമലിന് ബേസ് 16 ആണ്. പിന്നെ ഉള്ളത് ഒക്ടൽ നമ്പർ സിസ്റ്റം. ഒക്ടൽ സിസ്റ്റത്തിൻ്റെ ബേസ് 8 ആണ്. ഇതിൽ 0 to 7 വരെയുള്ള നമ്പേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 0, 1, 2, 3, 4, 5, 6, 7 ഇങ്ങനെ 0 to 7 വരെയുള്ള നമ്പേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് 4 ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റം: ഡെസിമൽ, ബൈനറി, ഹെക്സാഡെസിമൽ ആൻഡ് ഒക്ടൽ. ഡെസിമലിൽ ബേസ് 10 ആണ്. 0 to 9 വരെയുള്ള ഡിജിറ്റ്സ് ഉണ്ട്. ബൈനറി ബേസ് 2, 1 and 0 മാത്രമാണ് ഇതിൽ വരുന്ന ഡിജിറ്റ്സ്. പിന്നെ ഹെക്സാഡെസിമൽ അതിൻ്റെ ബേസ് 16 ആണ്. 0 to 9 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട്. A to F വരെയുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. ദെൻ ലാസ്റ്റ് വൺ ഒക്ടലിൻ്റെ ബേസ് 8 ആണ്. 0 to 7 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട്. ഇതിൽ ഫസ്റ്റ് കൺവേർഷനാണ് ഡെസിമൽ ടു ബൈനറി. നമ്മളിപ്പോൾ ഡെസിമൽ ടു ഏത് ബേസ് നമ്പർ കൺവേർട്ട് ചെയ്താൽ, ഏത് ബേസിലോട്ട് കൺവേർട്ട് ചെയ്താലും ഫോളോ ചെയ്യേണ്ട സെയിം എല്ലാത്തിലും പ്രൊസീജിയർ എല്ലാം സെയിം ആണ്. പക്ഷേ അതിൽ നമ്പർ മാത്രം ഡിഫറെൻ്റ് ആയിരിക്കും. ബൈനറിയിൽ നമ്മൾ 2 യൂസ് ചെയ്താൽ ബേസ് 2 വെച്ചിട്ടാണ് ഇതിൽ കാൽക്കുലേഷൻസ് എല്ലാം ചെയ്യുന്നത്. അതേപോലെ ഒക്ടലായാൽ 8 വെച്ചിട്ടായിരിക്കും അവിടെ കാൽക്കുലേഷൻ ചെയ്യുന്നത്. പിന്നെ ഹെക്സാഡെസിമലിൽ 16 വെച്ചിട്ടായിരിക്കും. പക്ഷേ ഡെസിമൽ ടു എനി ബേസ് നമ്പർ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോഴും പ്രൊസീജിയർ എല്ലാം സെയിം ആണ്. അപ്പോൾ ഏതെങ്കിലും ഒന്നിൻ്റെ പ്രൊസീജിയർ നല്ലപോലെ പഠിച്ചു വെച്ചാൽ മതി. ആദ്യം ഡെസിമൽ ടു ബൈനറി ആണ്. ഡെസിമലിൻ്റെ ബേസ് 10 ആണ്. ബൈനറിയുടെ ബേസ് 2 ആണ്. ബൈനറിയിൽ 0 and 1 മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡെസിമലിൽ 0 to 9 വരെ യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു ഡെസിമൽ നമ്പറിനെ എങ്ങനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണമെന്ന് നോക്കാം. ഇത് ഡെസിമൽ നമ്പറിൽ 2 ടൈപ്പ് ഓഫ് നമ്പേഴ്സ് കാണും. നോർമൽ ഇൻറ്റീജർ പാർട്ട് മാത്രമുള്ള നമ്പേഴ്സ് കാണും. പിന്നെ ഫ്രാക്ഷണൽ പാർട്ടുള്ള നമ്പേഴ്സും കാണും. അപ്പോൾ ഇതിൽ ആദ്യം ഇൻറ്റീജർ പാർട്ട് എങ്ങനെ ചെയ്യണമെന്ന് പറയാം. പിന്നെ അടുത്ത ഇതിൽ ഫ്രാക്ഷണൽ പാർട്ട് എങ്ങനെ ചെയ്യണമെന്ന് പറയാം. അപ്പോൾ ഇൻറ്റീജർ പാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഡെസിമൽ നമ്പറിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യണം. 2 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ റിമൈൻഡർ നോട്ട് ചെയ്യണം. പിന്നെ അതിലൊരു ആൻസർ കിട്ടത്തില്ല, അത് നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ റിമൈൻഡർ നോട്ട് ചെയ്യണം. അങ്ങനെ കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്യണം അൺടിൽ ദ ക്വസ്റ്റ്യൻ ബിക്കംസ് 1 or 0. 1 അല്ലെങ്കിൽ 0 വരുന്നത് വരെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ റിമൈൻഡർ നോട്ട് ചെയ്യണം. പിന്നെ ലാസ്റ്റ് 1 or 0 വരുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ റിമൈൻഡർ ബോട്ടം ടു ടോപ്പ് ഓർഡറിൽ എടുത്ത് എഴുതിയാൽ മതി. അതാണ് ഇൻറ്റീജർ പാർട്ടിൻ്റെ ബൈനറി വാല്യൂ. ഇപ്പോൾ ഇതിന് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 25 ഇത് ബേസ് 10. നമ്മൾ ബേസ് ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 25 ബേസ് 10 അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി ഇവിടെ എന്തെങ്കിലും ഒരു ബൈനറി വാല്യൂസ് കാണാം. അതിൻ്റെ ബേസ് 2 ആയിരിക്കും. ഇപ്പോൾ ബേസ് നമ്പർ ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ഇപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ 25നെ നമ്മൾ കറസ്പോണ്ടിങ് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇതിനെ ആദ്യം നമ്മൾ ഡിവൈഡ് ചെയ്യണം. 25 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് 12 ആണ് ആൻസർ കിട്ടുന്നത്. അവിടെ റിമൈൻഡർ 1 ഉണ്ട്. അപ്പോൾ റിമൈൻഡർ ഇവിടെ എഴുതി. പിന്നെ ഈ 12നെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ 6 കിട്ടി, റിമൈൻഡർ 0 ആണ്. പിന്നെ എഗെയിൻ ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടി, റിമൈൻഡർ 0. എഗെയിൻ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആണുള്ളത്, റിമൈൻഡർ 1. അപ്പോൾ ഈ 1 <2 അല്ലേ, 1 or 0 വരുമ്പോൾ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്തിട്ട്
ബോട്ടം ടു ടോപ്പ് ആണ് എഴുതേണ്ടത്. അപ്പോൾ 25ൻ്റെ ബൈനറി ഇക്വലൻ്റ് ആണ് 11001. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ചെയ്ത് കാണിക്കാം. 33 ടു ദ ബേസ് 10. അപ്പോൾ 33 നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്യണം. 1 6 റിമൈൻഡർ 1 ഉണ്ട്. പിന്നെ ഇത് 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 റിമൈൻഡർ ഇല്ല 0. പിന്നെ 2 വെച്ച് ചെയ്യുമ്പോൾ 4 റിമൈൻഡർ ഇല്ല 0. പിന്നെ 2 വെച്ച് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ ഇല്ല 0. ആൻഡ് 2 വെച്ച് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ ഇല്ല 0. ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് 1 വരെ കിട്ടി. ക്വസ്റ്റ്യൻ 1 ആയി. 1 ഓർ 0 വരുന്നത് വരെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. ഇവിടെ 1 വന്നു. അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഫ്രം ബോട്ടം ടു അപ്പ് നമ്മൾ ഇത് ഓർഡറിൽ എഴുതണം. അപ്പോൾ 1 0 0 0 0 1 ടു ദി ബേസ് 2. ഇതാണ് 33യുടെ ബൈനറി ഇക്വലൻറ്റ്. ഇപ്പോൾ നമ്മൾ ഇൻറ്റീജർ പാർട്ട് നോക്കി. ഇനിയുള്ളത് ഫ്രാക്ഷണൽ പാർട്ട്. ഒരു നമ്പറിൽ 2 പാർട്ട് കാണും. ഫോർ എക്സാമ്പിൾ 23.6 ഇങ്ങനെ 2 പാർട്ട് കാണും. അപ്പോൾ സെക്കൻഡ് പാർട്ട് ഫ്രാക്ഷണൽ പാർട്ട് എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഫ്രാക്ഷണൽ പാർട്ട് എടുത്തിട്ട് അതിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടത്തില്ല. അതിലുള്ള ഇൻറ്റീജർ പാർട്ട് നമ്മൾ സെപ്പറേറ്റ് എടുത്ത് എഴുതണം. അതിലുള്ള ബാലൻസ് ഫ്രാക്ഷണൽ പാർട്ട് വീണ്ടും 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഇൻറ്റീജർ പാർട്ട് നോട്ട് ചെയ്യണം. ആൻഡ് അതിൻ്റെ ഫ്രാക്ഷണൽ പാർട്ട് പിന്നെയും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇങ്ങനെ ഈ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം അൺടിൽ നമുക്ക് ഒരു പ്രിസിഷൻ കിട്ടുന്നത് വരെ. നമുക്കിപ്പോൾ എത്ര ബിറ്റാണോ വേണ്ടത് ആവശ്യമുള്ളത് അതുവരെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ 0 വരുന്നത് വരെ കണ്ടിന്യൂ ചെയ്യാം. ഫുള്ള് 0 വരുന്നത് വരെ കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ നമുക്ക് ഡിസൈഡ് പ്രിസിഷൻ കിട്ടുന്നത് വരെ ഇത് കണ്ടിന്യൂ ചെയ്യാം. ആൻഡ് എല്ലാം കഴിഞ്ഞിട്ട് ഈ നമ്മൾ നോട്ട് ചെയ്ത ഇൻറ്റീജർ പാർട്സിനെ ടോപ്പ് ടു ബോട്ടം ഓർഡറിൽ എഴുതണം. അത്രയേ ഉള്ളൂ ഫ്രാക്ഷണൽ പാർട്ട്. ഇവിടെ ഒരു എക്സാമ്പിൾ ചെയ്ത് കാണിക്കാം. ഇത് 0.6നെ എനിക്ക് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 0.6 × 2 ചെയ്യുന്നു. അത് ചെയ്യുമ്പോൾ എനിക്ക് ആൻസർ 1.2 ആണ്. ഇതിലുള്ള 1 മാത്രം ഞാൻ സെപ്പറേറ്റ് നോട്ട് ചെയ്തു. ഇതിലുള്ള ബാലൻസ് എത്രയാണ്? 0.2 അല്ലേ? അപ്പോൾ 0.2 × 2 അത് ചെയ്യുമ്പോൾ 0.4 ആണ് ആൻസർ. ഇതിൻ്റെ ഇൻറ്റീജർ പാർട്ട് 0 ആണ്. അപ്പോൾ 0 ഇട്ടു. ഇതിൽ ബാലൻസ് ഉള്ളത് 0.4 ആണ്. ബാലൻസ് ഉള്ള ഇതിൽ ഫ്രാക്ഷണൽ പാർട്ട് 0.4 ആണ്. അപ്പോൾ 0.4 × 2 = 0.8. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീജർ പാർട്ട് 0 ആണ്. ബാലൻസ് ഉള്ളത് 0.8. 0.8 × 2 = 1.6. 1.6ലെ ഇൻറ്റീജർ പാർട്ട് 1 ആണ്. ബാലൻസ് ഉള്ളത് 0.6. 0.6 × 2 = 1.2. അപ്പോൾ ഇൻറ്റീജർ പാർട്ട് 1 ആണ്. ഇത് എനിക്ക് എത്ര പ്രിസിഷൻ വേണോ അതുവരെ കണ്ടിന്യൂ ചെയ്യാം. ബട്ട് ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇത് ടോപ്പ് ടു ബോട്ടം ഓർഡറിൽ എടുത്തെഴുതണം. അപ്പോൾ 0.6 ടു ദ ബേസ് 10 = ഇത് പോയിൻ്റ് അല്ലേ? അപ്പോൾ ഇത് എഴുതുമ്പോൾ ഒരു 0 പോയിൻ്റ് ഇട്ടിട്ട് വേണം എഴുതാൻ. 0.10011 10011 ടു ദ ബേസ് 2. അപ്പോൾ ഇതാണ് ഫ്രാക്ഷണൽ പാർട്ട് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. 23.6 അതിനെ ഞാൻ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ 2 പാർട്ടാണുള്ളത്. ഇൻറ്റീജർ പാർട്ടുണ്ട്, ഫ്രാക്ഷണൽ പാർട്ടുണ്ട്. ഇൻറ്റീജർ പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അത് കണ്ടിന്യൂസ്ലി 2 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ റിമൈൻഡറൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആ റിമൈൻഡറിനെ ബോട്ടം ടു ടോപ്പ് ഓർഡറിൽ എടുത്ത് എഴുതിയാൽ മതി. ഫ്രാക്ഷണൽ പാർട്ട് ഇവിടെ 0.6 ആണുള്ളത്. അപ്പോൾ 0.6നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ അതിൻ്റെ ഇൻറ്റീജർ പാർട്ട് നോട്ട് ചെയ്യണം. പിന്നെ അതിലുള്ള ആ ഫ്രാക്ഷണൽ പാർട്ട് എടുത്ത് വീണ്ടും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻറ്റീജർ പാർട്ട് നോട്ട് ചെയ്യണം. അൺടിൽ വി ഗെറ്റ് ദ ഡിസൈഡ് പ്രിസിഷൻ. പിന്നെ അത് ടോപ്പ് ടു ബോട്ടം ആ റേഞ്ചിലെടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ ഇതിൽ 0.6ൻ്റെ 10011 ആണ്. അപ്പോൾ 23.6ൻ്റെ ബൈനറി ഈക്വലൻ്റ് ആണ് 10111.10011 ടു ദ ബേസ് 2. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ചെയ്ത് കാണിക്കാം. 63.42 ആണ്. അപ്പോൾ 63യുടെ ആദ്യം എനിക്ക് കണ്ടുപിടിക്കണം. 63യുടെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. 3 1 റിമൈൻഡർ 1 2 1 5 റിമൈൻഡർ 1 പിന്നെ 2 7 റിമൈൻഡർ 1 2 3 റിമൈൻഡർ 1 2 1 റിമൈൻഡർ 1. അപ്പോൾ 63യുടെ എനിക്ക് കിട്ടി. 111111 ആണ് 63യുടെ ബൈനറി ഈക്വലൻറ്റ്. ഇപ്പോൾ ഇൻറ്റീജർ പാർട്ടിനെ കണ്ടുപിടിച്ചു. പിന്നെ ഉള്ളത് ഫ്രാക്ഷണൽ പാർട്ടാണ് 0.42. അപ്പോൾ 0.42 × 2 = 0.84 ആണ്. ഇതിൽ ഇൻറ്റീജർ പാർട്ട് 0 ആണ്. അപ്പോൾ 0 പിന്നെ 0.84 × 2 അതിൻ്റെ ആൻസർ 1.68 ആണ്. അതിൻ്റെ ഇൻറ്റീജർ പാർട്ട് 1 ബാലൻസ് ഉള്ളത് 0.68.
ഇൻറ്റു 2 ഈക്വൽ ടു അപ്പോൾ അതിൻ്റെ ആൻസർ 1.36 ആണ് ഇൻറ്റീജർ പാർട്ട് 1. ബാലൻസ് ഉള്ളത് 0.36 ഇൻറ്റു 2. ഇപ്പോൾ 0.36 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 0.72 ആണ് ആൻസർ. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീജർ പാർട്ട് 0. എനിക്കിപ്പോൾ 4 പൊസിഷൻ കിട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നു. സ്റ്റോപ്പ് ചെയ്തിട്ട് ഇത് ടോപ്പ് ടു ബോട്ടം എഴുതിയാൽ മതി. അപ്പോൾ 63.42 അതിൻ്റെ ആൻസർ ബൈനറി ഈക്വലൻ്റ് ആണ് 111.0110 ടു ദ ബേസ് 2. ഇതാണ് 63.42 ഉണ്ട് ബൈനറി ഈക്വലൻറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് ഡെസിമൽ നമ്പറിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്. ഇൻറ്റീജർ പാർട്ട് ആണെങ്കിൽ അതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ റിമൈൻഡർ നോട്ട് ചെയ്യണം. എന്നിട്ട് ആ റിമൈൻഡർ നമ്മൾ നോട്ട് ചെയ്ത റിമൈൻഡറിനെ ബോട്ടം ടു ടോപ്പ് എഴുതിയാൽ മതി. ഫ്രാക്ഷണൽ പാർട്ടിന് ആ ഫ്രാക്ഷണൽ പാർട്ട് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് അതിലുള്ള ഇൻറ്റീജർ പാർട്ട് മാത്രം സെപ്പറേറ്റ് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ അതിലുള്ള ബാലൻസ് ഫ്രാക്ഷണൽ പാർട്ട് എടുത്ത് കണ്ടിന്യൂസ്ലി 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഡിസൈഡ് പ്രിസിഷൻ കിട്ടുന്നത് വരെ ചെയ്യണം. എന്നിട്ട് നമ്മൾ നോട്ട് ചെയ്ത ആ ഇൻറ്റീജർ പാർട്സിനെ ടോപ്പ് ടു ബോട്ടം എടുത്ത് എഴുതിയാൽ മതി. ഇതാണ് ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ. ഇനിയുള്ളത് ഡെസിമൽ ടു ഒക്ടലാണ്. ഡെസിമൽ ടു ഒക്ടൽ സെയിം ആണ്. ഇതിൽ ഡെസിമലിൽ ബേസ് നമ്പർ 10 ആണ്. 0 to 9 വരെയുള്ള ഡിജിറ്റ്സ് ഉണ്ട്. ഒക്ടൽ ബേസ് 8 ആണ്. 0 to 7 വരെയുള്ള നമ്പേഴ്സും ഉണ്ട്. ഇപ്പോൾ ഇതിനെയും നമുക്ക് ഡെസിമൽ ടു ഒക്ടൽ കൺവേർട്ട് ചെയ്യുന്നതും ഡെസിമൽ ടു ബൈനറി കൺവേർട്ട് ചെയ്യുന്ന മെത്തേഡെല്ലാം സെയിം ആണ്. പക്ഷേ നമ്മൾ ബൈനറിയിൽ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ ഡിവൈഡ് ചെയ്തതും 2 വെച്ചല്ലേ. പക്ഷേ ഇവിടെ നമ്മൾ 8 വെച്ച് ഡിവൈഡ് ചെയ്യണം. ആൻഡ് മൾട്ടിപ്ലൈ ചെയ്യുന്നതും 8 വെച്ചാണ്. ബാലൻസ് പ്രൊസീജിയേഴ്സ് എല്ലാം സെയിം. ഇപ്പോൾ ഇൻറ്റീജർ പാർട്ടാണെങ്കിൽ ആ ഇൻറ്റീജർ പാർട്ടിനെ 8 വെച്ച് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ റിമൈൻഡർ നോട്ട് ചെയ്യണം. പിന്നെ ഫ്രം ബോട്ടം ടു ടോപ്പ് എടുത്ത് എഴുതിയാൽ മതി. ഇൻറ്റീജർ പാർട്ടിൻ്റെ കിട്ടി. ഫ്രാക്ഷണൽ പാർട്ടിന് നമ്മൾ 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഇൻറ്റീജർ പാർട്ട് മാത്രം നോട്ട് ചെയ്ത് വെക്കണം. ബാലൻസ് ഉള്ള ഫ്രാക്ഷണൽ പാർട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻറ്റീജർ പാർട്സ് എല്ലാം നോട്ട് ചെയ്ത് വെക്കണം. ലാസ്റ്റ് ആ ഇൻറ്റീജർ പാർട്ടിനെ ടോപ്പ് ടു ബോട്ടം എടുത്ത് എഴുതിയാൽ മതി. ഫ്രാക്ഷണൽ പാർട്ടിൻ്റെ സൊല്യൂഷൻ കിട്ടി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഉണ്ട്. 750 ടു ദ ബേസ് 10 അത് നമ്മൾ ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 750 ഡിവൈഡഡ് ബൈ 8 72 30ൽ 3 ബാലൻസ് റിമൈൻഡർ 6 ആണ്. പിന്നെ ഇതും ഡിവൈഡ് ചെയ്യുമ്പോൾ 1 5 ഇത് 8 വെച്ച് ചെയ്യുമ്പോൾ 1 10 11 3. അപ്പോൾ 750യുടെ ഒക്ടൽ നമ്പറാണ് 1356 ടു ദ ബേസ് 8. നെക്സ്റ്റ് വൺ ആണ് ഫ്രാക്ഷണൽ പാർട്ട്. ഡെസിമലിൻ്റെ ഫ്രാക്ഷണൽ പാർട്ട് ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് 0.65 ആണ് ഉള്ളത്. അപ്പോൾ 0.65 ഇൻറ്റു 8 ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. അതിൻ്റെ ഇൻറ്റീജർ പാർട്ട് മാത്രം നമുക്ക് എടുക്കണം. 0.65 ഇൻറ്റു 8 44 52 5.2 ആണ് ആൻസർ. അതിൻ്റെ ഇൻറ്റീജർ പാർട്ട് മാത്രം എടുക്കണം 5. ബാലൻസ് ഉള്ളത് 0.2 ഇൻറ്റു 8 ഇസ് ഈക്വൽ ടു 1.6. അതിൻ്റെ ഇൻറ്റീജർ പാർട്ട് 1 ആണ്. പിന്നെ ബാലൻസ് ഉള്ളത് 0.6 ഇൻറ്റു 8 ഈക്വൽ ടു 4.8. അതിൽ 4 എടുക്കണം. ബാലൻസ് ഉള്ളത് 0.8. ഇത് ടോപ്പ് ടു ബോട്ടം എഴുതിയാൽ മതി. 0.65ൻ്റെ ഒക്ടൽ ഇക്വലൻ്റ് ആണ് 514. ഇവിടെ ഇൻറ്റീജർ പാർട്ടുണ്ട്, ഫ്രാക്ഷണൽ പാർട്ടുണ്ട്. ഇത് രണ്ടും എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇതിൽ ആദ്യം 70യുടെ ഒക്ടൽ വാല്യൂ കണ്ടുപിടിക്കണം. 70നെ 8 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ റിമൈൻഡർ നോട്ട് ചെയ്തിട്ട് ബോട്ടം ടു ടോപ്പ് എഴുതിയാൽ മതി. 70യുടെ കിട്ടും. പിന്നെ ഉള്ളത് ഫ്രാക്ഷണൽ പാർട്ട് 0.62 ആണ്. അതിന് 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻറ്റീജർ നമ്പറെല്ലാം സെപ്പറേറ്റ് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ ലാസ്റ്റ് ഇൻറ്റീജർ നമ്മൾ നോട്ട് ചെയ്ത് വെച്ച ഇൻറ്റീജേഴ്സിനെ ടോപ്പ് ടു ബോട്ടം എഴുതിയാൽ മതി. അപ്പോൾ 70.62 അതിൻ്റെ ഒക്ടൽ ഇക്വലൻ്റ് ആണ് 106.4753 ടു ദ ബേസ് 8. പിന്നെ ഉള്ളത് ഡെസിമൽ ടു ഹെക്സാ ഡെസിമലാണ്. ഇതിൻ്റെ പ്രൊസീജിയർ എല്ലാം സെയിം ആണ്. പക്ഷേ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഡിവൈഡ് ചെയ്യുന്നതും 16 വെച്ചായിരിക്കും. ബിക്കോസ് ഹെക്സാ ഡെസിമലിൻ്റെ ബേസ് 16 ആണ്. അപ്പോൾ ഇൻറ്റീജർ പാർട്ടാണെങ്കിൽ ഡെസിമൽ ആ ഇൻറ്റീജർ വാല്യൂവിനെ 16 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ എല്ലാം നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ ലാസ്റ്റ്
ബോട്ടം ടു ടോപ്പ് എഴുതിയാൽ മതി. ആൻഡ് ഫ്രാക്ഷണൽ പാർട്ടാണെങ്കിൽ 16 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ നമ്മൾ നോട്ട് ചെയ്ത ഇൻറ്റീജർ പാർട്സിനെയൊക്കെ ടോപ്പ് ടു ബോട്ടം എഴുതണം. ആൻഡ് ഇതിൽ ഹെക്സാഡെസിമലിൽ 0 to 9 വരെയുള്ള ഡിജിറ്റ്സ് ഉണ്ട്, പിന്നെ A to F വരെയുള്ള ക്യാരക്ടേഴ്സും ഉണ്ട്. അപ്പോൾ 0 to 9 വരെയുള്ള നമ്പേഴ്സ് അങ്ങനെ എഴുതാം. എബോവ് 9 എബോവ് ഉള്ള നമ്പേഴ്സാണ് നമുക്ക് ആൻസറിൽ കിട്ടുന്നതെങ്കിൽ, റിമൈൻഡറിൽ കിട്ടുന്നതെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടർ വാല്യൂസാണ് എഴുതേണ്ടത്. ഇപ്പോൾ ഇവിടെ എനിക്ക് 12 കിട്ടിയിട്ടുണ്ട്. 12ൻ്റെ ഇക്വലൻ്റ് ആണ് C. അപ്പോൾ ഞാൻ 12ന് പകരം C ആണ് എഴുതേണ്ടത്. അപ്പോൾ 0 to 9 വരെ ഉള്ളത് അങ്ങനെ തന്നെ എഴുതാം. 10 to 15 വരെ നമുക്ക് കിട്ടുന്ന നമ്പേഴ്സെല്ലാം അതിൻ്റെ കറസ്പോണ്ടിങ് ക്യാരക്ടേഴ്സിൽ കൺവേർട്ട് ചെയ്തിട്ട് എഴുതണം. ഇപ്പോൾ 12 ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് C ആണ്, 10 ആണെങ്കിൽ A, E ആണെങ്കിൽ 14, F ആണെങ്കിൽ 15. ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് എഴുതണം, എന്നാലേ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടത്തുള്ളൂ. നെക്സ്റ്റ് വൺ ആണ് ബൈനറി ടു ഡെസിമൽ. ഇപ്പോൾ നമ്മൾ ഡെസിമൽ ടു ബൈനറി പഠിച്ചു, ഡെസിമൽ ടു ഹെക്സാഡെസിമൽ, ഡെസിമൽ ടു ഒക്ടൽ എല്ലാം പഠിച്ചു. ഇത് മൂന്നിലും പ്രൊസീജിയർ എല്ലാം സെയിം ആണ്. പക്ഷേ നമ്മൾ മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള ആ നമ്പേഴ്സ് മാത്രമാണ് ചേഞ്ച് വരുന്നത്. അതേപോലെയാണ് ഇതിലും ബൈനറി ടു ഡെസിമൽ ചെയ്യുവാണെങ്കിലോ അല്ലെങ്കിൽ ഒക്ടൽ ടു ഡെസിമൽ, ഹെക്സാഡെസിമൽ ടു ഡെസിമൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് പ്രൊസീജിയർ എല്ലാം സെയിം ആണ്, നമ്പേഴ്സ് മാത്രം ഡിഫർ ആവും. അപ്പോൾ ഇത് ബൈനറി ടു ഡെസിമൽ എങ്ങനെ കൺവേർട്ട് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ബൈനറിയിൽ നമുക്ക് ചിലപ്പോൾ പോയിൻ്റ് വാല്യൂസ് കാണും, അല്ലെങ്കിൽ പോയിൻ്റ് വാല്യൂസ് കാണത്തില്ല. ഇപ്പോൾ ഈ പോയിൻ്റ് ഉണ്ട്, പോയിൻ്റ് വെച്ച് നമുക്ക് എടുക്കാം. പോയിൻറ്റിന് മുന്നേ ഉള്ളതാണ് ഇൻറ്റീജർ പാർട്ട്, പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ളതാണ് ഫ്രാക്ഷണൽ പാർട്ട്. ഇപ്പോൾ ഈ പോയിൻറ്റിന് മുന്നേ ഉള്ള ഇൻറ്റീജർ പാർട്ടിന് ഫ്രാക്ഷണൽ പാർട്ടിന് ഓരോ വെയിറ്റേജ് ഉണ്ട്, പൊസിഷണൽ വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ ഇതിൽ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഫസ്റ്റ് നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് 2⁻0. അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ളതാണ് 2⁻1, പിന്നെ 2⁻2, 2⁻3 അങ്ങനെ പോകും. പിന്നെ പോയിൻറ്റിന് ഈ സൈഡ് പോയിൻറ്റിൻ്റെ റൈറ്റ് സൈഡ് 2⁻−1, 2⁻−2, 2⁻−3 അങ്ങനെ പോകും. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഈ ബൈനറി വാല്യൂടെ ഡെസിമൽ നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ഈ പൊസിഷണൽ വെയിറ്റേജ് ഒന്ന് എഴുതിയിട്ട് ഈ ബൈനറി ബിറ്റ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ പൊസിഷണൽ വെയിറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് കിട്ടിയ എല്ലാം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിലെല്ലാത്തിനും മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ ഉണ്ടല്ലോ, പ്രോഡക്റ്റ്, അതെല്ലാം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഡെസിമൽ വാല്യൂ കിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ പൊസിഷണൽ വെയിറ്റ് ആണ് 2⁻3, ഇതിൻ്റേത് 2⁻2, ഇതിൻ്റെ 2⁻1, 2⁻2, ഇതിൻ്റേത് 2⁻−1, 2⁻−2, 2⁻−3. അപ്പോൾ ഇതെനിക്ക് ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 1 × 2⁻3 + 1 × 2⁻2 + 0 × 2⁻1 + 1 × 2⁻0 0.1 × ഇത് 2⁻−1 അല്ലേ, നമുക്ക് 2⁻−1നെ 1/2⁻1 എന്ന് എഴുതാം. പിന്നെ 2⁻−2നെ 1/2² എന്ന് എഴുതാം. കണ്ടുപിടിച്ചിട്ട് ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ആൻസർ കിട്ടും. നമ്മൾ ആഡ് ചെയ്ത് എഴുതുമ്പോൾ ഇൻറ്റീജർ പാർട്ട് സെപ്പറേറ്റ് ആഡ് ചെയ്യണം, പിന്നെ ഫ്രാക്ഷണൽ പാർട്ട് സെപ്പറേറ്റ് ആഡ് ചെയ്യണം. ഇൻറ്റീജർ പാർട്ട് ആഡ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ എഴുതണം, പിന്നെ പോയിൻ്റ് ഇട്ടിട്ട് അതിന് ശേഷം ഫ്രാക്ഷണൽ പാർട്ടിൻ്റെ എല്ലാം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്ത് എഴുതണം. ഈ പോയിൻ്റ് ഉണ്ട്, സോ പോയിൻ്റ് വാല്യൂ മറക്കരുത്. ഇതിൽ 2 ടൈപ്പ് ഉണ്ട്, ചിലപ്പോൾ പോയിൻ്റ് ഇല്ലാതെ ഇൻറ്റീജർ പാർട്ട് മാത്രം കിട്ടും. അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് ഇൻറ്റീജർ പാർട്ട് മാത്രം മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് എഴുതാം. പോയിൻ്റ് ഉണ്ടെങ്കിൽ ഇൻറ്റീജർ പാർട്ട് സെപ്പറേറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് എഴുതണം, ഫ്രാക്ഷണൽ പാർട്ട് സെപ്പറേറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് എഴുതണം. ഇതിൽ 1010 ഇത് ഇൻറ്റീജർ പാർട്ടാണ്, 101 ഫ്രാക്ഷണൽ പാർട്ടാണ്. അപ്പോൾ 1010 ഇതിൻ്റെ കറസ്പോണ്ടിങ് പൊസിഷണൽ വെയിറ്റേജ് ഇട്ടിട്ട് അതെല്ലാം കറസ്പോണ്ടിങ് ബിറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് എഴുതണം. പോയിൻ്റ് അതിനുശേഷം ഫ്രാക്ഷണൽ പാർട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയിറ്റേജ് പൊസിഷണൽ വെയിറ്റേജിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്ത് എഴുതണം. ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് ആഡ് ചെയ്യേണ്ടത്. മൊത്തം ഒരുമിച്ച് ആഡ് ചെയ്താൽ നമുക്ക് ആൻസർ മാറിപ്പോവും. അപ്പോൾ ഇൻറ്റീജർ പാർട്ട് സെപ്പറേറ്റ് ആഡ് ചെയ്യണം, ഫ്രാക്ഷണൽ പാർട്ട് സെപ്പറേറ്റ് ആഡ് ചെയ്യണം. സോ പോയിൻ്റ് ഉണ്ടെങ്കിൽ ഈ പോയിൻ്റ് എവിടെയാണോ ഉള്ളത് അത് കറക്റ്റ് ഇടണം. ഇൻറ്റീജർ പാർട്ട് സെപ്പറേറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തിട്ട് ദെൻ പോയിൻ്റ് വെച്ചിട്ട് വേണം ഇതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ, ഇല്ലെങ്കിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിപ്പോവും. സെയിം കേസാണ് ഒക്ടൽ ടു ഡെസിമൽ, ഹെക്സാഡെസിമൽ ടു ഡെസിമൽ. എല്ലാത്തിലും ഇൻറ്റീജർ പാർട്ട് സെപ്പറേറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യണം, ഫ്രാക്ഷണൽ പാർട്ട് സെപ്പറേറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യണം. ആൻഡ് പോയിൻ്റ് എവിടെയാണോ ഉള്ളത് അത് കറക്റ്റ് പോയിൻ്റ് ഇടണം. രണ്ടും ഇൻറ്റീജർ ആൻഡ് ഫ്രാക്ഷണൽ പാർട്ട് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യേണ്ടത്. പിന്നെ അതേപോലെ ഇവിടെ വേറൊരു എക്സാമ്പിളുണ്ട്, 1101 ഉണ്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ ആണ്
1 into 2 raised to 3 plus 1 into 2 raised to 2 plus 0 into 2 raised to 1 plus 1 into 2 raised to 0. ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആൻസറും കിട്ടും. നെക്സ്റ്റ് ഒന്നാണ് ഒക്ടൽ ടു ഡെസിമൽ. നമ്മളിപ്പോൾ ബൈനറി ടു ഡെസിമൽ ചെയ്തപ്പോൾ 2 അല്ലേ എടുത്തേക്കുന്നത്. പൊസിഷണൽ വെയ്റ്റിൽ 2 പവറാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഒക്ടലിൽ 8 ആണ് എടുക്കേണ്ടത്. ബിക്കോസ് ഒക്ടലിൻ്റെ ബേസ് നമ്പറാണ് 8. അപ്പോൾ ഇതിൽ പൊസിഷണൽ വെയിറ്റ് കൊടുക്കുമ്പോൾ 8 പവർ 0, 8 പവർ 1, 8 പവർ 2 അങ്ങനെയാണ് കൊടുക്കുന്നത്. ഇൻറ്റീജർ പാർട്ടാണെങ്കിൽ 8 പവർ 0, 8 പവർ 1 കൊടുക്കാം. ഫ്രാക്ഷണൽ പാർട്ടാണെങ്കിൽ 8 പവർ -1, 8 പവർ -2 കൊടുത്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ വിത്ത് പൊസിഷണൽ വെയിറ്റേജ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ് ഒന്നാണ് ഹെക്സാഡെസിമൽ. ഹെക്സാഡെസിമൽ സെയിം ആണ്, പക്ഷേ ഇതിൽ പൊസിഷണൽ വെയിറ്റേജിന് നമ്മൾ 16 ആണ് എടുക്കുന്നത്. ഹെക്സാഡെസിമലിൻ്റെ ബേസ് വാല്യൂ ആണ് 16. അപ്പോൾ ഇതെല്ലാം നമ്മൾ 16 വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 16ൻ്റെ പവേഴ്സ് വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇവിടെ 3AC ഉണ്ട്, ഇതിൽ AC ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻറ്റീജർ വാല്യൂസ് ഇല്ലേ, അത് വെച്ചിട്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 3 into 16 power 2 plus A into 16 power 1 plus C into 16 power 0. ഇത് എൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ 10 ആണ് ആൻഡ് സിയുടെ കറസ്പോണ്ടിങ് വാല്യൂ 12. അപ്പോൾ 3 into 16 power 2 plus 10 into 16 power 1 plus 12 into 16 power 0. ഇങ്ങനെ ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. ഇപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ 16 പവർ -1, 16 പവർ -2 അങ്ങനെ ഇട്ടിട്ട് അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ ഇത് എനി ബേസ് നമ്പർ ടു ഡെസിമൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ആദ്യം പൊസിഷണൽ വെയിറ്റേജ് ഇടണം. പിന്നെ പൊസിഷണൽ വെയിറ്റേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതെല്ലാം ആഡ് ചെയ്താൽ മതി. ദെൻ നെക്സ്റ്റ് വണ്ണാണ് ബൈനറി ടു ഒക്ടൽ. ബൈനറീനെ ഒക്ടലിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യണമെന്ന് നോക്കാം. ഇതിൽ 2 വേസ് ആണുള്ളത്. ഫസ്റ്റ് വണ്ണാണ് നമ്മൾ ബൈനറീനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് പിന്നെ ആ ഡെസിമലെ ഒക്ടലിനോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇതിൽ 2 സ്റ്റെപ്സ് ആണുള്ളത്. അത് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. ഇതിലുള്ള സെക്കൻഡ് വേ ആണ് ഗ്രൂപ്പിംഗ് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് ഗ്രൂപ്പിംഗ് ആണ്. ഗ്രൂപ്പിംഗ് കുറച്ചുകൂടി ഈസിയാണ്. ഒക്ടലിൽ നമ്മൾ ബൈനറി ടു ഒക്ടൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ആ ബൈനറി വാല്യൂവിനെ 3 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യണം. 3 ബിറ്റായിട്ട് ഗ്രൂപ്പ് ചെയ്യണം. ഇൻറ്റീജർ പാർട്ടിനാണെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് ഗ്രൂപ്പ് ചെയ്യണം. ഫ്രാക്ഷണൽ പാർട്ടാണെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് ഗ്രൂപ്പ് ചെയ്യണം. ഒക്ടൽ ആയതുകൊണ്ട് 3 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യണം. ബിക്കോസ് നമുക്ക് ബൈനറീൻ്റെ ബേസ് 2 ആണ്, ഒക്ടലിൻ്റെ 8. 2 പവർ 3 അല്ലേ 8. അപ്പോൾ നമുക്ക് 3 ആയിട്ടാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് 3 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാം. ഇത് ഇൻറ്റീജർ പാർട്ടിന് റൈറ്റ് ടു ലെഫ്റ്റാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. 1 2 3 ഇതൊരു ഗ്രൂപ്പ്. 1 2 ഇവിടെ വേറെ നമ്പർ ഇല്ല, അതുകൊണ്ട് നമ്മൾ 0 ഇട്ട് എടുക്കാം. അപ്പോൾ 1 2 3 ഇതൊരു ഗ്രൂപ്പ്. പിന്നെ ഫ്രാക്ഷനിൽ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് 1 2 3. പിന്നെ 1 വേറെ നമ്പർ ഇല്ല, അതുകൊണ്ട് 2 0 ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യണം. ഗ്രൂപ്പ് ചെയ്തിട്ട് അതിന് ഓരോ ഗ്രൂപ്പിനും ഇക്വലൻ്റ് ആയിട്ടുള്ള ഒക്ടൽ വാല്യൂ ഏതാണോ അതെടുത്ത് എഴുതണം. ഇപ്പോൾ 0 1 0 അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള വാല്യൂ ആണ് 2. 1 1 0 അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള വാല്യൂ ആണ് 6. 1 1 0 6 ആണ്. 1 0 0 4. ഇങ്ങനെ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള വാല്യൂസ് എടുത്ത് എഴുതണം. പിന്നെ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, ആ പോയിൻ്റ് അങ്ങനെ തന്നെ എഴുതണം. ഇങ്ങനെ എഴുതിയിട്ട് ഇതെല്ലാം ടുഗെദർ ജോയിൻ ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒക്ടൽ വാല്യൂ ആണ് 26.64. അപ്പോൾ ഒരു ബൈനറീനെ ഒക്ടലിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ആ ബൈനറി വാല്യൂവിനെ 3 ബിറ്റ്സ് വെച്ച് ഗ്രൂപ്പ് ചെയ്യണം. ഗ്രൂപ്പ് ചെയ്തിട്ട് ഓരോ ഗ്രൂപ്പിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ വാല്യൂ ഒക്ടൽ വാല്യൂ എടുത്ത് എഴുതിയിട്ട് അത് ഗ്രൂപ്പ് ചെയ്താൽ മതി. പിന്നെ ബൈനറി ടു ഹെക്സാഡെസിമൽ. ഇതിൽ 2 മെത്തേഡുണ്ട്. ഒന്ന് ബൈനറീനെ ഡെസിമലിൽ കൺവേർട്ട് ചെയ്തിട്ട് ആ ഡെസിമലിനെ ഹെക്സാഡെസിമലിലോട്ട് മാറ്റാം. സെക്കൻഡ് വൺ ആണ് ഗ്രൂപ്പിംഗ് മെത്തേഡ്. ഇതിൽ നമ്മൾ 4 ആയിട്ടാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. ബിക്കോസ് ബൈനറിയിൽ ബേസ് 2, ഹെക്സാഡെസിമലിൽ ബേസ് 16 ആണ്. 2 പവർ 4 ആണ് 16. അപ്പോൾ നമ്മൾ 4 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യണം. ഇൻറ്റീജർ പാർട്ടാണെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് ഗ്രൂപ്പ് ചെയ്യാം. ഫ്രാക്ഷണൽ പാർട്ടാണെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് ഗ്രൂപ്പ് ചെയ്യണം. എക്സ്ട്രാ നമ്പേഴ്സ് ഇല്ലെങ്കിൽ 4 നമ്പേഴ്സ് ഇല്ലെങ്കിൽ 2 0 നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഓരോ ഗ്രൂപ്പിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് എടുത്ത് എഴുതണം. ആൻഡ് ഇപ്പോൾ ഇത് ആണ്. ഇതിന് 14 ആണ് വാല്യൂ. ഇതിൻ്റെ വാല്യൂ 1 1 1 0 14 ആണ് വാല്യൂ. 14ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിജിറ്റാണ് ഇ. ഇത് ഹെക്സാഡെസിമലാണ്, സോ നമുക്ക് 14 എഴുതാൻ പാടില്ല. ഇതിൽ 0 to 9 വരെ നമ്പേഴ്സ് ഉണ്ട്. പിന്നെ A to F ആണ്. അപ്പോൾ എബോവ് 10 ഉള്ളത് നമ്മൾ A to F അതിലാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇതിൽ 4 ആയിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ട് ഓരോ ഗ്രൂപ്പിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ വാല്യൂ ഇട്ട് എഴുതിയാൽ മതി.
പിന്നെ ഹെക്സാഡെസിമൽ ടു ബൈനറി, ഇത് നമ്മൾ ഓരോ ബിറ്റിനും ഇതിൽ ഹെക്സാഡെസിമലിലുള്ള ഓരോ ബിറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള 4 ബിറ്റ് ബൈനറി ഇക്വലൻ്റ് എഴുതിയാൽ മതി ഹെക്സാഡെസിമൽ ടു ബൈനറി കൺവേർഷൻ. ദെൻ ഇപ്പോൾ 3AC, ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. 3AC, 3ന് ഇക്വലൻ്റ് ആയിട്ടുള്ള 4 ബിറ്റ് ബൈനറി നമ്പറാണ് 0011. പിന്നെ A 10 ആണ്, 10ന് ഇക്വലൻ്റ് ആയിട്ടുള്ളതാണ് 1010. പിന്നെ C 12 ആണ്, 12ൻ്റെ ഇക്വലൻ്റ് ആണ് 1100. ഇക്വലൻ്റ് ആയിട്ടുള്ള 4 ബിറ്റ് നമ്പറാണ് നമ്മൾ എഴുതേണ്ടത്. എഴുതിയിട്ട് ഇതെല്ലാം ഗ്രൂപ്പ് ചെയ്താൽ മതി നമുക്ക് ഹെക്സാഡെസിമൽ ടു ബൈനറി കൺവേർഷൻ. ദെൻ പിന്നെ ഒക്ടൽ ടു ബൈനറി, അതും സെയിം ആണ്. ഒക്ടലിൽ 3 ബിറ്റ് ബൈനറി ഇക്വലൻ്റ് ആണ് എഴുതേണ്ടത്. ഹെക്സാഡെസിമലിൽ 4 ബിറ്റ് ബൈനറി ഇക്വലൻ്റ് എഴുതി, ഒക്ടലിൽ 3 ബിറ്റ് ബൈനറി ഇക്വലൻ്റ് എഴുതണം. ഇപ്പോൾ 72.14, ഇതിൽ 7ൻ്റെ 3 ബിറ്റ് ഇക്വലൻ്റ് ആണ് 111, 2ൻ്റെ ബൈനറി ഇക്വലൻ്റ് ആണ് 010, പോയിൻ്റ് ഉണ്ട്, ആ പോയിൻ്റ് ഇടണം. പിന്നെ 1ൻ്റെ 001, ദെൻ 4 ഉണ്ട്, അതിന് 100 ആണ്. അപ്പോൾ ഇതെല്ലാം എഴുതിയിട്ട് ഇത് ഗ്രൂപ്പ് ചെയ്ത് എഴുതിയാൽ മതി. ഒക്ടലിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ആക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്പർ കൺവേർഷൻസ്. നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ കയറിയാൽ ഇത് റിലേറ്റ് ചെയ്തിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതെല്ലാം പ്രാക്ടീസ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ ബൈനറി അറിത്മെറ്റിക്സ് അപ്ലോഡ് ചെയ്യാം. താങ്ക്